ജ്യോതികുമാർ ചാമക്കാല പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം ഭരണത്ത് വെച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. പക്ഷേ വേട്ടക്കാർക്കൊപ്പം നിന്ന ചരിത്രമാണ് കോൺഗ്രസിന് എന്നുള്ളതാണ് മറുവാദം. മറുപടി പറയുക. സജീഷ് കേൾക്കുന്നില്ലേ? ഞാനൊന്ന് ചാമക്കാലയിലേക്ക് പോട്ടെ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയൂ. ഇവിടെ സജീഷ് കേൾക്കുന്നില്ല തന്നെ കാണണമല്ലോ. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അപ്പോൾ മ്യൂട്ട് ചെയ്താൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ കമ്മിറ്റി രൂപീകൃതമായതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് ഒരു പ്രമുഖ നടിക്കെതിരെ ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നതും അത് സമൂഹത്തിൽ വളരെ ചർച്ചയാകുന്നതും. ആ ചർച്ചയാകുന്നതിന് ഏറ്റവും പ്രധാനമായി മുൻപന്തിയിൽ നിന്നുള്ള ആളുടെ പേര് പി ടി തോമസ് ആണ്. രാഷ്ട്രീയം പറഞ്ഞ് ഈ ചർച്ച കൊണ്ടുപോകണമെന്ന് കരുതിയതല്ല. പി ടി തോമസിന്റെ സമയബന്ധിതമായ ഇടപെടലിനെ തുടർന്നാണ് ഇത് പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായി വരുന്നത്. അപ്പോൾ 2017 ഫെബ്രുവരി 17-ാം തീയതി നടന്നൊരു സംഭവത്തെ സംബന്ധിച്ച് അതിനെ തുടർന്ന് WCC ഫോം ചെയ്യപ്പെടുന്നു. WCC ഫോം ചെയ്ത് 2017 മെയ് മാസം 18-ാം തീയതി അവർ മുഖ്യമന്ത്രിയെ കാണുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ജൂലൈ മാസത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹേമ കമ്മിറ്റി അന്വേഷണം ആരംഭിക്കുന്നു. 2017 നവംബർ 1-ാം തീയതിയാണ് WCC കൃത്യമായി അവരുടെ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്, അഥവാ ഒരു ഫ്രെയിംവർക്കിൽ ഫംഗ്ഷൻ ആരംഭിക്കുന്നത്. ഏതായാലും പോട്ടെ. 2019 ഡിസംബർ മാസം 31-ാം തീയതി ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 2019 ഡിസംബർ മാസം 31-ാം തീയതി ഒരു കമ്മിറ്റി, സർക്കാർ ചെലവിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് അഥവാ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദെയർ എൻഡ്സ് ദ മാറ്റർ. പിന്നെ ആ കമ്മിറ്റിക്ക് യാതൊരു ബാധ്യതയുമില്ല സർക്കാരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കമ്മിറ്റിയിലെ അംഗങ്ങളും ഞാനും സ്മൃതിയും ഒക്കെ ഒരേ തരക്കാരാണ്. നമുക്കെല്ലാം ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. എല്ലാവർക്കും ഒരേ വിലയാണുള്ളത് അവരുടെ എല്ലാ അഭിപ്രായത്തിനും. അതിനുശേഷം ഈ പറയുന്ന 2020 ഫെബ്രുവരി മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി കൊടുത്തു എന്ന് പറയുന്ന കത്തുമായി ബന്ധപ്പെട്ട് ആ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അത്തരത്തിലൊരു കത്ത് കൊടുക്കേണ്ട സാഹചര്യം തന്നെ ഇല്ല. ആ കത്ത് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെ റെഫർ ചെയ്യേണ്ടി വന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യേണ്ടി വന്നതിലെ ദുരൂഹത പോലും നമ്മളിപ്പോൾ ഈ തരുണത്തിൽ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും അവർ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ്. മനസ്സിലാക്കുന്നത് മൊഴിയെടുക്കുമ്പോൾ കാണിച്ച സൂക്ഷ്മത അത് അതിന്മേൽ നടപടി എടുക്കുമ്പോഴും പാലിക്കണം എന്ന ഉറപ്പ് നേടുകയാണ് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ മാത്രമാണ് ആ കത്തയച്ചത് എന്നതുകൊണ്ട് തന്നെ അത് കമ്മിറ്റിയുടെ രൂപത്തിലേക്ക് വരുന്നുമില്ല. അതെ, കമ്മിറ്റി പോയിന്നേ. കമ്മിറ്റി ഡിസംബർ മാസം 31-ാം തീയതി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതോടെ തന്നെ കമ്മിറ്റിയുടെ സാധ്യത കഴിഞ്ഞു. ജസ്റ്റിസ് ഹേമ ഇത്തരത്തിലൊരു കത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അങ്ങനെ അവർ പറഞ്ഞാൽ കേൾക്കേണ്ട സർക്കാരല്ല. സർക്കാരിനെ സംബന്ധിച്ച് ഡിസംബർ മാസം 31-ാം തീയതി കൈപ്പറ്റി. ആരാ കൈപ്പറ്റിയത്? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമാണ് ആ റിപ്പോർട്ട് കൈപ്പറ്റിയത്. അപ്പോൾ സർക്കാരിന്റെ കയ്യിലേക്ക് ഇത്തരത്തിൽ കോടികൾ ചെലവാക്കിയ, അല്ലെങ്കിൽ 1,06,50,000 രൂപ ചെലവാക്കി ഈ റിപ്പോർട്ട് ഉണ്ടാക്കി അത് സർക്കാരിന്റെ കൈവശം ഹാൻഡ് ഓവർ ചെയ്തത് നിങ്ങളെല്ലാ മാധ്യമങ്ങളും കാണിച്ചല്ലോ. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതൽ, ആ നിമിഷം മുതൽ ആ റിപ്പോർട്ടിന്മേൽ ആക്ട് ചെയ്യപ്പെടേണ്ടത് സർക്കാരാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി വായിച്ച് അപ്പോൾ തന്നെ തീരുമാനം എടുക്കണമെന്നോ, അല്ലെങ്കിൽ അന്നത്തെ എന്താ പറയുന്നത് നമ്മുടെ AK ബാലൻ, പക്ഷെ അവർ അതിന്മേൽ നടപടി എടുക്കുന്നു. സംസ്ഥാനത്തെ ഏതെങ്കിലും ബോഡികൾ അല്ലെങ്കിൽ സർക്കാർ അതിന്മേൽ നടപടി എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും ഉണ്ട്. അത് നടന്നിട്ടില്ല. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ഇതിന്റെ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടാണെന്നാണ്. എത്ര പച്ചയായ കള്ളമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് 2019 ഡിസംബർ മാസം 31-ാം തീയതി. ഇവിടെ വിൻസെന്റ് എം പോളിന്റെ ഇത്തരത്തിൽ ഇതിന്റെ സ്വകാര്യത ലംഘിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ഒരു ഓർഡർ വരുന്നത്, ഒരു ഉത്തരവ് വരുന്നത് 2020 ഒക്ടോബർ മാസം 22-ാം തീയതി മാത്രമാണ്. 2020 ഒക്ടോബർ മാസം 22-ാം തീയതി 2020 ഒക്ടോബർ മാസം 22-ാം തീയതി അത്തരത്തിലൊരു ഉത്തരവ് വരുന്നത് വരെ ഏത് നിമിഷവും ഒരു തടസ്സവും ഇല്ലാതെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 11 മാസം അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇത്തരത്തിൽ പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകളുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ
ഈ സർക്കാർ ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണെന്ന് ആരും ചോദിച്ചു പോകും, സ്വാഭാവികമാണ്. ഇപ്പൊ പറയുന്നത് എന്താ, ഒരു നടൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ തിരിച്ചൊന്ന് എന്നെ കൊണ്ട് വടി കൊടുത്താടി മേടിക്കാന്നൊക്കെ പറയും. ഞാൻ സജീഷിനോട് ചോദിക്കുന്നത്, ഈ റിപ്പോർട്ടിൽ ആത്മയുടെ പ്രസിഡന്റിനെ കുറിച്ച് സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ 15 അംഗ ഗൂഢസംഘത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ KB ഗണേഷ് കുമാറാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴോ സർക്കാരിന്റെ കൈവശമുള്ളപ്പോഴോ KB ഗണേഷ് കുമാർ മന്ത്രിയല്ലല്ലോ. ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം കിട്ടിയതിനു ശേഷം, ഈ റിപ്പോർട്ടിൽ KB ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്ത മുഖ്യമന്ത്രി അപ്പോ സജീഷ് എന്തു പറയും? അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുത്തിരിക്കുകയല്ലേ. ഈ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശം കിട്ടിയതിനു ശേഷം, KB ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം അതേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചാൽ, സജീഷെ എന്റെ അടുത്ത് ഈ ചോദിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാൾ ജയിലിൽ കിടന്ന് ഇറങ്ങി വന്നു, അവിടുത്തെ ജനപ്രതിനിധികൾ കാണാൻ പോയി, തെറ്റാണ്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, റിപ്പോർട്ടിൽ പേരുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷവും അദ്ദേഹത്തെ മന്ത്രിയാക്കി. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമാ വകുപ്പ് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ഇത് ഇത്രയും ബോധ്യമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കി മാറൂ എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ നിങ്ങൾ വേട്ടക്കാരൊപ്പമാണോ ഇരയോടൊപ്പമാണോ? ഞാൻ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഗൗരവമുള്ള കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കൈവശം കിട്ടിയാൽ സർക്കാരിനെ സംബന്ധിച്ച് സഡൻ ആക്ഷൻ എടുക്കണം. എടുക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ വകുപ്പുകളെല്ലാം അട്രാക്ട് ചെയ്യുന്ന ക്രൈം ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇതിന്മേൽ അടയിരുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഇരകളെ മറന്നുകൊണ്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണ്. ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്, ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്, ഇതിന് മറുപടി പറയേണ്ടത് അന്നത്തെ ഇന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരാണ്. അതെ. Debate with Smriti Parithikad.